പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കാലമായാൽ പലതരം ചക്ക വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. അതേപോലെ 2-3 പ്രാവശ്യം ചക്കക്കാലം കഴിയുന്നതുവരെ പഴുത്ത ചക്ക കൊണ്ട് നല്ല ഒന്നാന്തരം ചക്കയപ്പം ഉണ്ടാക്കും. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ചക്കയപ്പമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. ചക്കയട എന്നും വിളിക്കപ്പെടുന്ന ഈ ചക്കയപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ട ശേഷം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കരുത്. വരിക്കയെന്നോ കൂഴയെന്നോ വ്യത്യാസമില്ലാതെ നന്നായി പഴുത്ത ഏത് ചക്കയും ചക്കയപ്പത്തിന് ഉപയോഗിക്കാം. ഇന്ന് ഞാൻ നല്ലപോലെ പഴുത്ത കൂഴച്ചക്കയാണ് ഉപയോഗിക്കുന്നത്. ചക്കയുടെ കുരുവും ചകിണിയും എല്ലാം മാറ്റി വൃത്തിയാക്കി വെക്കുന്നു. ഈ കാണുന്ന വട്ടയിലയിലാണ് സ്ഥിരമായി എൻ്റെ വീട്ടിൽ ചക്കയപ്പം ഉണ്ടാക്കാറുള്ളത്. ചിലർ വഴണയിലയും ഉപയോഗിക്കാറുണ്ട്. 10-20 വട്ടയില പറിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുന്നു. കുരുവൊക്കെ മാറ്റിയ കൂഴച്ചക്ക മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നു. നല്ല ക്രീമിയായ ഈ കാണുന്ന പോലെയുള്ള കൺസിസ്റ്റൻസിയിൽ കൂഴച്ചക്ക അടിച്ചെടുത്തു. ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ തിരുമ്മിയതും തേങ്ങാ കൊത്തും രണ്ടും എടുക്കുന്നുണ്ട്. ചക്ക പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി. പുട്ടുപൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സാധനങ്ങളുടെ ഒന്നും അളവ് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നില്ല. കാരണം ചക്ക എടുക്കുന്നതിനനുസരിച്ച് ആനുപാതികമായി അരിപ്പൊടിയൊക്കെ എടുക്കുക. എങ്കിലും ഏകദേശം ഒരു 1/2 പാക്കറ്റ് അരിപ്പൊടി ഇവിടെ എടുക്കുന്നുണ്ട്. അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പും അല്പം പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കയും 2 പിടി തേങ്ങ തിരുമ്മിയതും ചേർത്ത് നന്നായി കൈകൊണ്ട് ഞെരടി ഇളക്കുന്നു. നല്ലൊരു ഫ്ലേവറിനും സോഫ്റ്റ്നെസ്സിനും ഒക്കെയായി 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നു. നെയ്യോടൊപ്പം തേങ്ങാക്കൊത്തു കൂടി ചേർത്ത് ഇളക്കുന്നു. താല്പര്യമാണെങ്കിൽ ജീരകമോ ചുക്കോ ഒക്കെ ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല എന്ന് മാത്രം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർക്കാനുള്ള സമയമാണ്. ചക്കയും ചേർത്ത് മധുരത്തിന് ആവശ്യമായ അത്രയും ശർക്കരയും കൂടി ചേർത്ത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു. ഇത് പതിയൻ ശർക്കരയാണ്. പല ആവർത്തി പല വിഭവങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെയാണ് മേടിക്കാൻ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഉരുക്കുന്നില്ല. അധികം അഴുക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ ഉണ്ട ശർക്കര ഉരുക്കിയാണ് ചേർക്കുന്നതെങ്കിൽ അധികം വെള്ളമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാണുന്ന പോലെയുള്ള ഒരു സ്റ്റിക്കിയായ മാവാണ് ചക്കയപ്പത്തിന് വേണ്ടത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വട്ടയിലയുടെ നടുവിലേക്ക് കുറച്ച് മാവെടുത്ത് വട്ടയില വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കുന്നു. ഓരോ ഇലയിലും അധികം മാവ് വയ്ക്കാതെ കുറേശ്ശെ വയ്ക്കുന്നതാണ് നല്ലത്. ഒരുപാട് വെച്ചാൽ കണ്ടമാനം വലുതാകുകയും ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ മടുക്കുകയും ചെയ്യും. മധുരമാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ചക്കപ്പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ച് ശർക്കര ചേർക്കുക. ഒരുപാട് മധുരമുള്ള ചക്കപ്പഴമാണെങ്കിൽ അധികം ശർക്കര ചേർക്കേണ്ടതില്ല. ശർക്കര ഉരുക്കി ചേർക്കുകയാണെങ്കിൽ ഒത്തിരി വെള്ളമാവാനും പാടില്ല. 10-22 ചക്കയപ്പം വട്ടയിലയിലാക്കി മടക്കി വെച്ചു. ഇനി ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് ചക്കയപ്പം ഓരോന്നായി അതിന് മുകളിൽ അടുക്കി വെച്ച് ഒരു 15-20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. ചക്കക്കാലത്തെ ഏറ്റവും നല്ല ഒരു വിഭവമായ ചക്കയപ്പം തയ്യാറായി. എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഈ ചക്കയപ്പം നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മടിക്കരുത്. ചക്കയപ്പം ചൂടോടുകൂടി കഴിക്കാൻ നല്ലതാണെങ്കിലും ഒരല്പം ചൂടൊന്ന് ആറിയ ശേഷം കഴിക്കാനാണ് കൂടുതൽ നല്ലത്. ചൂട് പൂർണ്ണമായും ആറിയ ശേഷം ഇലയോടുകൂടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 2-3 ദിവസം കേടുകൂടാതെ നല്ല ടേസ്റ്റിയായി ചക്കയപ്പം കഴിക്കാവുന്നതാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.